പണി കിട്ടി. കാര്യം തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പറയുകയാണ് നമുക്കിപ്പോൾ ക്യാമറയ്ക്ക് പാസ് വേണം. അപ്പോൾ KSRTC ബസ്സിൽ വന്നത് കാരണം നമുക്ക് പാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഇത്രയും ദൂരം തിരിച്ച് ചിലപ്പോൾ നടക്കേണ്ടി വരും. എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. ആരും കാണാതെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രശ്നമായി കിട്ടും. നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ജയ് ബാഹുബലി. അപ്പോൾ നമ്മൾ വരുന്നതിന് കുറച്ച് സമയം മുമ്പ് ഇവിടെ നല്ല മഞ്ഞായിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇപ്പം മഞ്ഞൊന്നും കാണാനില്ല, ഒരു മൂടിയ അന്തരീക്ഷമാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മഞ്ഞ് വരുമായിരിക്കും. ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. നമ്മൾ ബസ്സിലെ ഡ്രൈവറോട് ചോദിച്ചാൽ പറഞ്ഞാൽ ഞായറാഴ്ച. അപ്പം നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഇത്രയും നല്ലൊരു സ്ഥലമുള്ളത് ഇവിടെ ഉള്ള ആൾക്കാർ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണണം. കാണേണ്ട ഒരു അന്യായ സ്ഥലമാണ്, അന്യായ സ്ഥലം. ഈ ക്ലൈമറ്റ് നോക്കണം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് വളരെ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ വെയിലില്ല, ചെറിയൊരു തണുത്ത അന്തരീക്ഷം. മുമ്പ് കുറച്ച് സമയത്തിന് മുമ്പ് മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞ് വരും, മഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. അപ്പോൾ തന്നെ അവിടെയൊക്കെ നോക്കി അറിയാം, നല്ല മഴക്കാലം വന്നിട്ടുണ്ട്. ഇതൊക്കെ തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. കണ്ടില്ല, ഇത്രയും വണ്ടിയും ഒരുപാട് തിരക്കാണ്. അതിന് മുകളിലോട്ട് പോകണം, കയറിയത് ശ്വാസം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇത് പോവാം, അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നല്ലൊരു ഈ പച്ചപ്പ് അന്തരീക്ഷം ഉള്ളത് കാരണം ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള ഏരിയയാണിത്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് അലൗഡല്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ഇവിടെ കൊണ്ടുവരുന്നതിന് ഇവിടെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് ബൈക്കിലോ കാറിലോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗെല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ബസ്സിലായത് കാരണം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ കഴിവതും പ്ലാസ്റ്റിക് ഒഴിവാക്കുക. ഇവിടെയുള്ള ഈ ഒരു ഭംഗി ഇങ്ങനെ തന്നെ നിലനിർത്താൻ നോക്കണം. ഇവിടെ ഇപ്പോൾ അധികം പ്ലാസ്റ്റിക്കൊന്നുമില്ല. ഇവിടെ അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് അവർ നോക്കുന്നതുകൊണ്ടായിരിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ അംശമൊന്നുമില്ല. ഇപ്പോൾ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നത്. അവിടെയൊക്കെ ഒരുപാട് പച്ചപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടും പോവാം. ഇതൊന്ന് മൊത്തം ഇവിടെ നമ്മൾ അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും റൈഡർമാരായാലും വരുന്നത് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം. ഇതുവരെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഒരുപാട് നോർത്ത് ഇന്ത്യക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഹിന്ദി അത്ര വശമില്ലാത്തത് കാരണം നമുക്ക് അവരോട് ചോദിക്കണ്ട. നമ്മളിവിടെ ഒരു ചെറിയൊരു അരുവി ഉണ്ടായിരുന്നു. ഞാൻ ഒരു 4-5 കൊല്ലത്തിന് മുമ്പ് വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു അരുവി, ഒരു വെള്ളച്ചാട്ടം പോലെ ചെറിയൊരു ഫീൽ ഇടുന്ന ഒരു കാട് ഏരിയ അവിടെയുണ്ട്. അപ്പോൾ അന്ന് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒരിക്കൽ ബൈക്കിൽ വന്നപ്പോൾ അവിടെ ഒരു വേനൽക്കാലം ആയത് കാരണം അവിടെ വെള്ളം ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം അധികം സ്റ്റാമിന വേണം. ഞാൻ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ എനിക്ക് വയ്യ, നല്ലൊരു കിതപ്പുണ്ട്. വല്ല ജിമ്മിൽ എന്തെങ്കിലും പോയിട്ടെങ്കിൽ ഈ കിതപ്പൊന്ന് മാറ്റിയെടുക്കണം, അല്ലാതെ ഒരു പരിപാടി നടക്കാത്ത അവസ്ഥയാണ്. ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടെ കയറി ഇറങ്ങണം. ഈ മലയുടെ നേരെ ഈ കാണുന്ന എൻഡിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ട്. കയറിയിട്ടേ പോവുള്ളൂ. കുറച്ച് സമയം എടുക്കും, അതാ വിഷയം. മച്ചന്മാരെ, ഇപ്പോൾ നമുക്ക് ഒരു തിരുവനന്തപുരത്തുള്ള ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര നഷ്ടമായിരിക്കും. നമുക്കിപ്പോൾ സിറ്റി ലൈഫിൽ നിന്നല്ല നമ്മൾ വിട്ട് മാറിയിട്ട് ഒന്ന് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യണം. കാരണം ഇവിടെ നല്ലൊരു ഫ്രഷ് എയറാണ്. വേറെ പൊല്യൂഷൻ ഇല്ല, വേറെ ഒരു അധികം നോയ്സ് പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ വന്ന് നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ റിഫ്രഷ് ആവും. അതുമാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകതരം ക്ലൈമറ്റിലാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ. മഴയില്ല, എന്നാൽ വെയിലുമില്ല, ഒരു തണുത്ത അന്തരീക്ഷം, വലിയ ചൂടില്ല, നല്ല ഭംഗിയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫർമാർക്ക് പൊളി സ്ഥലം. ഈ കാണുന്ന വ്യൂ എല്ലാം നമുക്ക് എവിടെ ഫ്രെയിം സെറ്റ് ചെയ്താലും അതൊരു ഭംഗിയുള്ള ഫ്രെയിമായിരിക്കും.
അപ്പോൾ നമുക്കിപ്പോൾ എന്തൊരു ആവശ്യത്തിന് ഇപ്പോൾ കല്യാണത്തിനൊക്കെ ആയിരുന്നാലും ശരി, നമുക്കിപ്പോൾ ഒരു പ്രീ വെഡിങ്ങോ അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് വെഡിങ് എന്ത് വന്നാലും നമുക്കിപ്പോൾ ഒരു കപ്പിളിനെ കൊണ്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഏത് രീതിയിലെടുത്താലും ഫ്രെയിമാണ്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പും ഈ പാറയും തന്നെയാണ്. ഈ പാറയൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് കുറച്ച് നേരമൊക്കെ നിൽക്കുന്നത് ഒരു പ്രത്യേകതരം ഭംഗിയാണ്. ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഈ പുല്ലെല്ലാം ഉണങ്ങിയിട്ട് ഒരു ബ്രൗൺ നിറത്തിൽ വരും. കുറച്ച് മുമ്പൊക്കെ ഇവിടെ കുറച്ച് തീപിടുത്തമൊക്കെ എന്തോ സംഭവിച്ച് കുറേ കത്തിക്കരിഞ്ഞ് പോയിട്ടുണ്ട്. അത് വീണ്ടും അടുത്ത മഴയത്ത് റെഡിയായി വന്നതാണ്. ഒരു പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് ഈ പാറയുടെ ഭാഗത്തുള്ള എല്ലാ ഭാഗത്തും ഒരുപാട് പച്ചപ്പ് കത്തിപ്പോയി. അത് എന്തോ കാട്ടുതീ പോലെ എന്തെങ്കിലും ആൾക്കാർ കൊണ്ട് ഇടുന്നതാണോ, എന്തെങ്കിലും സ്മോക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും സിഗരറ്റിൻ്റെ പീസൊക്കെ ഇട്ടതോ എന്തോ ആവാം, എങ്ങനെയോ കത്തി, ചൂടുകൊണ്ടും ആവാം. അപ്പോൾ അങ്ങനെ കത്തിയിട്ട് ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഈ പച്ചപ്പ് ഈ കഴിഞ്ഞ മഴയത്തും കാര്യത്തൊക്കെ പൊടിച്ച് വന്ന പച്ചപ്പാണ്. അതിപ്പോൾ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. നമുക്ക് ഈ സൈഡ് നോക്കിയാൽ തന്നെ അറിയാം, ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഭംഗി. ഈ പാറയിൽ കണ്ടു നല്ല വെള്ളത്തിൻ്റെ ഒരു കനിവ് വരുന്നുണ്ട്. നടക്കുമ്പോൾ സൂക്ഷിക്കണം, അത് ചിലപ്പോൾ സ്ലിപ്പായി നമ്മൾ വീഴാൻ തരുന്നത്. വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, കിട്ടൂല. മഴയത്ത് പ്രത്യേകിച്ച് മഴ സീസണിൽ വരുന്നവർ സൂക്ഷിക്കുക. കാര്യം ഇവിടുത്തെ പാറയെല്ലാം വെള്ളം ഒഴിയിട്ട് നിങ്ങൾ കണ്ടറിയാം ഒരു സ്ലിപ്പാവുന്ന ഒരു കണ്ടീഷനിൽ നടക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നടന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. വീണ് കഴിഞ്ഞാൽ മച്ചന്മാരെ ഒന്നും നോക്കണ്ട, തല എന്തായാലും പൊട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് നമ്മളെ സേഫ്റ്റി നോക്കി മാത്രം ഇറങ്ങി വരിക. ചെറിയൊരു മഴ പെയ്തു തുടങ്ങി. മഴയുടെ ഒരു ഇതുകൊണ്ട് നമുക്കിപ്പോൾ എത്രത്തോളം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം കണ്ടിട്ട് ഒരു പേടിയാവുന്നത്. നോക്കിയ ഒരു ഈ ഉച്ച സമയത്തും നല്ല ഇരുട്ട് പിടിച്ച ഒരു അന്തരീക്ഷമുണ്ട്. നോക്കുമ്പോൾ വല്ല വന്യജീവികൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല, നോക്കാം. ഇതൊക്കെ സാധാരണ നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന ഒരു തരം ഏരിയ പോലെ തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് ഇവിടെ മഴ അല്പം കടുത്ത് കൂടി വരികയാണ്. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എത്രയും പെട്ടെന്ന് ഒന്ന് എസ്കേപ്പായി പോവാം. നമുക്ക് ക്യാമറ നനയാൻ പാടില്ല, അതൊന്നാമത്തെ വിഷയമാണ്. നമുക്ക് പോവാം, നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് മഴയെല്ലാം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല. ചെറിയൊരു വിശപ്പുണ്ട്. അപ്പോൾ വിശപ്പിന് നമുക്ക് ആഹാരം കഴിക്കേണ്ടത് ഇവിടെ KTDCയുടേതാണെന്ന് തോന്നുന്നു. ഒരു ലഘു ഭക്ഷണശാല ബോർഡുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കാരണം കിട്ടുമായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട്, ക്യൂ നിൽക്കേണ്ടി വരും. തിന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്ത് സ്വഭാവം എന്നറിയാൻ വയ്യ. അകത്ത് ക്യാമറ അലൗഡ് അല്ലാതെ 50 രൂപ ഇത്രയും സാധനത്തിനും 2 കറിയും ചമ്മന്തിയും മുളക് കറിക്കും. അതിൽ പറഞ്ഞ 50 രൂപ. പൂരിയുണ്ട്, വേറെ എന്തൊക്കെയുണ്ട്, എല്ലാത്തിനും 50 രൂപ പറയുന്നത്. കഴിച്ചു നോക്കാം. വില മാത്രമുള്ളെങ്കിലും സാധനത്തിന് ഒരു ക്വാളിറ്റി ഇല്ല. കൊള്ളാം, ഉപ്പില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവില്ല. സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അടങ്ങുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ആൾക്കാരടുത്ത് അല്പം മാന്യതയാവാം. ഇത് എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെട്ട് ഒരു കാര്യം ചോദിക്കാൻ വയ്യ.
അവരുടെ ജോലിയുടെ തിരക്ക് കൊണ്ടാവാം, എന്തുകൊണ്ടാണ് അറിയാൻ വയ്യ. കുഴപ്പമില്ല, ബാക്കി ഇത് ഫിനിഷ് ആയിട്ട് പറയാം. ഇവിടുത്തെ ഫുഡടി കഴിഞ്ഞു, പേരിന് മാത്രമേ ഫുഡുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി നമുക്ക് പുറത്ത് നല്ലത് കിട്ടും. പിന്നെ ഇവിടെ വേറെ ഒന്നും കിട്ടാനില്ലാത്തത് കാരണം നമുക്ക് ഇവിടെ വന്ന് കഴിച്ചിട്ടേ വേറെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? ഇവിടെ വേറെ ഇപ്പോൾ ഒന്നുമില്ല, വേറെ അടുത്ത് ക്യാൻറ്റീനോ ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ നിന്ന് മാത്രമേ കഴിക്കാൻ ഒരു ചാൻസ് ഉള്ളൂ. കാര്യം ഇവിടെ നിന്ന് ഇനി കഴിക്കണമെങ്കിൽ നമ്മൾ പാസ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും പുറയിൽ പോകണം. നമ്മളിവിടെ നിന്ന് ഇനി വണ്ടിയായിട്ട് അങ്ങ് താഴെ പോയിട്ട് തിരിച്ച് വരണമെങ്കിൽ വീണ്ടും പാസ് എടുക്കണം. ഇവിടെ വണ്ടി വയ്ക്കുന്ന വൻ സീനാണ്. കാര്യം ഇവിടെ നമ്മുടെ റോഡായതുകൊണ്ട് ഈ റോഡിൽ ഒരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വണ്ടി കൊണ്ട് വെച്ച് അത് ബ്ലോക്ക് ആകുമെന്ന് പേടിച്ചിട്ട്, ചെറിയ വഴിയല്ലേ, അപ്പോൾ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ വണ്ടി ഒന്നുകിൽ മേളിൽ വയ്ക്കുക അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോവുക. ഈ സൈഡിലൊന്നും വണ്ടി വെക്കാൻ പാടില്ല. ഒരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകിട്ട് അടുത്ത വണ്ടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പുള്ളിക്കാരെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഇവിടെ വേറെ വിഷയമില്ല, വണ്ടി വയ്ക്കുന്നതിന് മാത്രമേ വിഷയമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ ഒരുപാട് പോകുന്നുണ്ട്. പോലീസ് ഇവിടെ ഒരുപാട് കർശനമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ബ്ലോക്ക് ഒരു സമയത്ത് ഇവിടെ വെച്ച് നല്ലൊരു ബ്ലോക്കായ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ മഴ സമയത്ത് ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് വരുന്ന വഴി ആ ഹെയർപിൻ വളവിലെല്ലാം മണ്ണിടിഞ്ഞിട്ട് വണ്ടി ബ്ലോക്കായി. അന്ന് നല്ല തിരക്കായിരുന്നു. കാര്യം മഞ്ഞെല്ലാം കൂടെ കൂടിയ ഒരു അവസ്ഥയായ സമയത്ത് വമ്പൻ തിരക്കായിരുന്നു. അപ്പോൾ വരുന്നവരെല്ലാം ഈ കാണും നമ്മളിപ്പോൾ നിന്ന ആ റോഡിൻ്റെ സൈഡിലെല്ലാം ബൈക്ക് കൊണ്ടുവയ്ക്കും, തൊട്ട് പുറകെ ഒരു കാർ കൊണ്ടുവയ്ക്കും. അങ്ങനെ വെച്ച് ഇവിടെ എല്ലാം ഒരു പാർക്കിംഗ് ഏരിയ പോലെ. അപ്പോൾ വേറൊന്നും കൂടെ അവർ പറയുന്നത് അവർ മറ്റുള്ളവരുടെ ഒരു സൗകര്യം കൂടെ നോക്കിയിട്ട് പറയുന്നതാണ്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വരുന്നവരാരും ഇവിടെ റോഡിൻ്റെ സൈഡിലൊന്നും വണ്ടി പാർക്ക് ചെയ്തിരിക്കുക. കറക്റ്റായിട്ടുള്ള പാർക്കിംഗ് പ്ലേസ്, നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ മേളിലുണ്ട്, അവിടെ കൊണ്ടുവയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് ഫോട്ടോ എടുക്കാനാണോ ഇവിടെ സ്ഥലം കാണാനാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരിക, തിരിച്ചു പോകുക. അതേ ഉള്ളൊരു മാർഗ്ഗം. അല്ലാതെ ഇപ്പോൾ വഴിയിൽ ഇറക്കി നിർത്തി വണ്ടി ഫോട്ടോ എടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഇടുങ്ങിയ റോഡല്ലേ, ഈ മണ്ണിടിച്ചിലൊക്കെ സാധ്യതയുള്ള ഒരു വല്ലാത്തൊരു സ്ഥലമാണ്. വീതി കുറവായത് കാരണം ആക്സിഡൻറ്റ് ഒരുപാട് സംഭവിക്കുക. അതുകൊണ്ടാണ് അവർ പറയുന്നത് കുഴപ്പമില്ല, നമുക്ക് ബാക്കി സ്ഥലങ്ങളൊന്ന് കണ്ടിട്ട് വരാം. സമയമായെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ മൂടിയ ഒരു കാലാവസ്ഥ വന്നു തുടങ്ങി. വീണ്ടും നമുക്ക് പണി കിട്ടിയ അതേ അവസ്ഥയിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണോ എന്നും അറിയാൻ വയ്യ. മഴയാണോ മഞ്ഞാണോ കാർമേഘമാണോ അറിയാൻ വയ്യ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന സമയമല്ലാതെ കുറച്ച് കഴിയുമ്പോൾ ചെറിയ ഈ വരയാടുകളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. ഈ പ്ലാസ്റ്റിക് പുല്ല് കഴിക്കുന്നുണ്ട്. ഈ മൃഗങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റേജ് കഴിച്ച് കഴിഞ്ഞ് അത് വെറുതെ ഓരോ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ബിയറിൻ്റെയൊക്കെ മറ്റും ബോട്ടിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ അതൊന്നും ഇല്ലാതെ വരിക, എൻജോയ് ചെയ്യുക, പൊളിക്കുക, ട്രിപ്പ് ഹാപ്പി ആക്കുക, എന്നിട്ട് നമുക്ക് നൈസായിട്ട് സേഫായിട്ട് തിരിച്ചു പോകുക. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പൊന്മുടിയുടെ ഈ ലൊക്കാലിറ്റി, ഈ മനോഹരമായ സ്ഥലത്ത് നമ്മളിന്ന് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണിത്. ഇപ്പോൾ കണ്ണെത്താത്ത ദൂരത്തോടെ നമുക്കിവിടെ തേയില തഴച്ച് വളർന്ന് കിടക്കുകയാണ്. ഈ തേയില തന്നെയാണ് നമ്മൾ വരുന്ന വഴിയിലെല്ലാം കാണുന്ന ഈ ആൾക്കാർ പാക്കറ്റായി കൊടുക്കുന്നത്. അതിൻ്റെ ഫാക്ടറിയോ മറ്റോ ഇവിടെ കാണും, അതറിയില്ല. പക്ഷേ എന്തായാലും വയ്യ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടി പറഞ്ഞു ഈ കാണുന്ന ഭാഗത്ത് ഇങ്ങോട്ട് പോകുന്ന അവിടെ വഴിയിലെല്ലാം അകത്തോട്ട് ആൾക്കാർ താമസമുണ്ട്. താമസിക്കുന്ന ഏരിയയിൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അവിടെ സെക്യൂരിറ്റി ഗാർഡ് നമ്മൾ കടത്തി വിടില്ല. നമുക്ക് അതിനുള്ള ഒരു വീഡിയോ എടുക്കണമെന്നൊരു നല്ലൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം കൊണ്ട് കാര്യമില്ല, അവർ കടത്തി വിടുന്നില്ല. ഇല്ലെങ്കിൽ ഇതിലും അതിമനോഹരമായ ഒരുപാട് പ്ലേസ് ഉണ്ട്. കണ്ടാൽ നമുക്ക് അത്രയ്ക്കൊരു കണ്ടൊരു ഗുമ്മുള്ള ഒരു സ്ഥലം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. നമുക്ക് എടുക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മൾ
നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചയല്ല നിങ്ങളെ ഇവിടെ വന്ന് കാണിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കിയായിരുന്നു അത് നടുക്കായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസോ മറ്റുമാണ്. പച്ചയായി കിടക്കുന്ന ഈ തേയിലയ്ക്ക് നടുവിൽ നമ്മൾ വന്ന KSRTC ബസ് വന്ന വഴിയാണ് കാണുന്നത്. നല്ലൊരു ബസ്സാണ്. ഇതിനിടയ്ക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത് കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ ചായ കുടിക്കാനോ കട്ടൻ കഴിക്കാനോ എന്തെങ്കിലും അതിനുള്ള 2 കടലായിട്ട് ഇവിടെ ഉള്ളത്. പോകുന്നവർക്ക് വല്ലതും കഴിക്കാം. അപ്പോൾ മുകളിൽ നമുക്കറിയാമല്ലോ, മുകളിൽ നമ്മളിപ്പോൾ പോയപ്പോഴത്തേക്ക് മുകളിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ഒരു പാസ് കൊടുക്കുന്ന സ്ഥലം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് പോകാൻ പറ്റാത്തത്. ഇവിടെ വന്നിട്ട് പോകുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആഹാരം മതിയായിരിക്കും. അവിടെ വെറുതെ നമുക്ക് അവരുടെ ഒരു പുച്ഛവും ഒരു അഹങ്കാരവും നമ്മൾ കാണേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ പാസിൻ്റെ വന്നത്. അപ്പോൾ നമുക്ക് ആ കടയുടെ ഭാഗത്തോടെ ഒന്ന് പോവാം. പച്ചവരെ നമ്മൾ നോക്കിക്കുന്ന സംഭവം എത്തി. സംഭവത്തിന് ഇവിടെ ഒരു രക്ഷയില്ല. മഴയായിരുന്നു. മഴ കഴിഞ്ഞപ്പോൾ മഞ്ഞ്, ഒരു രക്ഷയില്ല. വണ്ടിക്കൊന്നും ഒന്നും കാണാൻ പറ്റുന്ന അവസ്ഥ, അത്ര മഞ്ഞ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഇപ്പോൾ സമയം എത്ര 4 മണിയായിട്ടുള്ളൂ. 4 മണിക്ക് ഒരു മഴ പെയ്തു. മഴയ്ക്ക് ശേഷമുള്ള മഞ്ഞാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല. കാണാത്ത ആൾക്കാർക്ക് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു രക്ഷയില്ല. അടിപൊളി. ഇത് അവിടെയുള്ള മലകൾ നിറയെ മലയായിരുന്നു. മല ഒന്നും കാണാനില്ല, ഫുൾ മഞ്ഞ്. ഇങ്ങോട്ടൊക്കെ ഈ ഭാഗത്തൊന്നും കാണില്ല. തേയിലത്തോട്ടോ താഴെ എവിടെയോ ഒരു വണ്ടി കിടക്കുന്നതിന് ഒരു ചെറിയൊരു ഇത് മാത്രമേ കാണാനുള്ളൂ. അത്ര മഞ്ഞ്. ഇവിടെ നിൽക്കുന്ന അധികം ഡേഞ്ചറാണ്. കാര്യം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല. ആ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. അത്ര മഞ്ഞ് കാണാം. തെളിയുന്നുണ്ട്. മഞ്ഞ് മാറി തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു മഴയുടെ ബാക്ക്ഗ്രൗണ്ടും ഇവിടെ ആയപ്പോഴത്തേക്ക് ഈ കാഴ്ചയോടുകൂടി ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാണുന്ന ആ മണി കൂടെ ഒന്ന് അടിച്ചു വിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അതിൽ സെലക്ട് ചെയ്യുക, ആളെന്നുള്ള ഓപ്ഷൻ ഉറപ്പായിട്ടും സെലക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.